26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഡൽഹിയിൽ നടന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരെ ശക്തമായ വിമർശനമുയർത്തിയതായി സൂചന. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പ്രധാന ഉത്തരവാദിത്തം ഇരുവർക്കുമാണെന്ന തരത്തിലായിരുന്നു യോഗത്തിലെ ചർച്ചകൾ നീണ്ടത്. തോൽവിക്ക് ശേഷവും അനാവശ്യ വിവാദങ്ങളിലേക്ക് പാർട്ടി കടക്കുന്നതിൽ കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അമർഷമുണ്ടെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യോഗത്തിന്റെ അന്തിമ ഫലം ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കടുത്ത വിമർശനങ്ങൾക്കിടയിലും പിണറായി വിജയനെയും MV ഗോവിന്ദനെയും അവരവരുടെ സ്ഥാനങ്ങളിൽ തുടരാൻ കേന്ദ്ര നേതൃത്വം അനുമതി നൽകി. തുടർച്ചയ്ക്കാണ് മുൻഗണന നൽകിയത്. എന്നാൽ ശ്രദ്ധേയമായ ഒരു കാര്യം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമർപ്പിച്ച തോൽവി റിപ്പോർട്ടിൽ കേന്ദ്ര നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. താഴെത്തട്ടിലെ ചർച്ചകളിൽ ഉയർന്ന വിമർശനങ്ങൾ റിപ്പോർട്ടിൽ പൂർണ്ണമായി പ്രതിഫലിച്ചില്ലെന്നും പകരം മുഴുവൻ നേതൃത്വവും കൂട്ടുത്തരവാദിത്വം ഏറ്റെടുക്കണമെന്ന നിലയിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നതെന്നും കേന്ദ്ര നേതൃത്വം വിലയിരുത്തി. പാർട്ടിയുടെ പരമ്പരാഗത കോട്ടകളായ തളിപ്പറമ്പിലും പയ്യന്നൂരിലുമുണ്ടായ അപ്രതീക്ഷിത തിരിച്ചടി കണ്ണൂർ നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്നാണ് യോഗത്തിൽ വിമർശനമുയർന്നത്. ഇതിനിടെ P രാജീവ്, KN ബാലഗോപാൽ, പുത്തലത്ത് ദിനേശൻ എന്നിവർ അടങ്ങുന്ന ഒരു പുതിയ വിഭാഗം കേന്ദ്ര നേതൃത്വത്തിന്റെ തിരുത്തൽ ആവശ്യത്തെ പിന്തുണച്ച് രംഗത്തുണ്ട്. ഇത് സംസ്ഥാന നേതൃത്വത്തിനുള്ളിലെ പുതിയ സമവാക്യങ്ങളുടെ സൂചനയായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. MV ഗോവിന്ദന്റെ വരും നാളുകളിലെ വാക്കും പ്രവൃത്തിയും കേന്ദ്ര നേതൃത്വം കൃത്യമായി നിരീക്ഷിക്കുമെന്നും പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നേതാക്കൾ പെരുമാറണമെന്നും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിടുക്കപ്പെട്ട നേതൃമാറ്റം പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വം തൽക്കാലം തുടരാനുള്ള അനുമതി നൽകിയതെങ്കിലും സമ്മർദ്ദം ഇപ്പോഴും തുടരുന്നു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.